ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് പുളിയവര വെച്ചിട്ടാണ് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഇത് പുളിയവര എന്ന് പറയും, മൊച്ചക്കൊട്ട എന്ന് തമിഴിൽ പറയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുവന്ന കളറാണ് മേടിച്ചിരുന്നത്, ഇത്തവണ വെള്ള കളറ് വിഷുവിന് വെക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് വെക്കാമെന്ന്, കുറേ നാളായല്ലോ. അപ്പോൾ അങ്ങനെ പുളിയവര ഫസ്റ്റ് നമുക്കൊന്ന് വറുക്കണം. നല്ല സ്മെല്ല് വരും, ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പം നമുക്ക് ഓഫ് ചെയ്ത ശേഷം വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് തോരനും ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പണിയാണ്. സവാളയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ വഴറ്റി ക്യാരറ്റും ഉപ്പും ആഡ് ചെയ്ത് അടച്ച് വേവിക്കത് വേഗം ആകുമല്ലോ. ഇപ്പോൾ പുളിയവരൊക്കെ വറുത്തു. ഇനി കഴുകി നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് നാളികേരം ഒന്ന് വറുക്കണം. അതിനൊരു 2 പിടി നാളികേരം, അതായത് ഒരു 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളിയും ഒരു 2 വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ നിറയ്ക്ക് ഒന്ന് മാറി തുടങ്ങണം. അപ്പോൾ തേങ്ങയുടെ നിറയ്ക്ക് ഒന്ന് മാറി തുടങ്ങിയ ശേഷമാണ് പൊടി ആഡ് ചെയ്യുന്നത്. ഇവിടെ അപ്പോഴത്തേനും നമ്മുടെ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പും പാകത്തിന് ആഡ് ചെയ്ത ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. വേറെ വെജിറ്റബിളൊന്നും ഇല്ല, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്യാരറ്റിൻ്റെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ നാളികേരം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കാതെയും നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡറും ഒരു 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. എന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് ആറിയ ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രിഞ്ചോളാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടൊമാറ്റോയും പിന്നെ പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് തുടങ്ങാം. ഇന്ന് മുഴുവൻ മഴയാണ്, നല്ല മഴയാണ്. നിന്ന് മഴ ദിവസവുമാണ് ഇവിടെ. നമ്മുടെ കൂട്ടാൻ തിളച്ച് തുടങ്ങട്ടെ. ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത പുളിയവരയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ട് പേസ്റ്റും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയവരയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും തിളപ്പിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ പുളി വെള്ളം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പുളി വെള്ളത്തിലും ഒന്ന് നന്നായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണം. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് കോക്കനട്ടിൻ്റെ ആ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് വീണ്ടും തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് പുളിയവര വെച്ചിട്ടുള്ള ഒരു കറി ഉച്ച ഊണിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വെക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഞങ്ങൾ ഉച്ച ഊണിന് നമ്മുടെ പുളിയവര കറിയും ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചോറിനുള്ള ഡിഷസ്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.